ഈ വീഡിയോയിൽ കുറെ സമഗ്രമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ജിന്ന ഇന്റർനാഷണൽ എയർപോർട്ട് അതേപോലെ കറാച്ചി ഹാർബർ ഈ രണ്ട് ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കറാച്ചി ഹാർബറിൽ ഒരു എക്സസൈസ്, ഒരു നേവൽ എക്സസൈസ്, അവരെപ്പോഴും തുടരെ നേവൽ എക്സസൈസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഒരു രീതിയിലുള്ള എക്സസൈസും അവിടെ നടത്താറില്ല. ജസ്റ്റ് അവർ അവിടെ ആ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോ ഫ്ലൈ സോൺ ഒക്കെ അങ്ങനെ പ്രഖ്യാപിക്കും. ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യ 2 ദിവസമായിട്ട് ഗുജറാത്തിന്റെ കുറച്ചിപ്പുറത്ത് ആ പോർബന്ദർ ആ ഏരിയയുടെ തൊട്ട് താഴെയുള്ള ആ ഒരു പോർട്ടിന്റെ ഭാഗത്ത് ഇന്ത്യയും ഇതേപോലെ ഒരു ട്രയൽ മിലിറ്ററി ഒരു നേവൽ ഡ്രിൽ എന്നുള്ള രീതിയിൽ ഒരു എക്സസൈസ് അവിടെ നടത്തുന്നുണ്ട്. ഇന്ത്യ പല രീതിയിലുള്ള മിസൈൽ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തവണ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ വേറൊരു സംഭവം സംഭവിച്ചത്, ഒരു 246 ചെറിയ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്റ്റീമർ ബോട്ടുകൾ, ഈ ബോട്ടുകൾ ഒരു നാരോ ഡിസ്റ്റൻസ് നമ്മൾ എവിടെയാണോ നോ ഫ്ലൈ സോൺ ഇട്ട് ഈ ഗുജറാത്തിന്റെ ഭാഗത്ത് നമ്മൾ എവിടെയാണോ നേവൽ എക്സസൈസ് നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ കുറെ നോട്ടിക്കൽ മൈൽ ദൂരത്ത് ഇങ്ങനത്തെ ബോട്ടുകൾ 100-200-ലധികം ബോട്ടുകൾ വന്ന് അവിടെ തമ്പടിച്ച് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചൈനീസ് ബോട്ടുകളാണ്. ഒരുപക്ഷെ ഇവർ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വന്നതാണോ എന്ന് വരെ ഡൗട്ട് ഉണ്ട്. ഈ സ്ട്രീമർ ബോട്ടുകൾ ശരിക്കും ഈ ചൈനയിൽ നിന്ന് സഞ്ചരിച്ച് വരാനുള്ള അത്രയും ഒരു കപ്പാസിറ്റി അതിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊരു നീണ്ട യാത്രയാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വന്നതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ മോണിറ്റർ ചെയ്തിട്ട് കാര്യമില്ല. ഓപ്പോസിറ്റ് സൈഡിന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൈനയും തുർക്കിയും കൂടി ചേർന്ന് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ചൈന ഒരു മിലിറ്ററി ഡ്രിൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ചൈന ഏത് വീഡിയോ എന്ന് വെച്ചാൽ ലഡാക്കിൽ നടത്തിയ പഴയ വീഡിയോ ആണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തിന്റെ സൂചനയായിട്ടാണ് ഇപ്പം ചൈനീസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, അതായത് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും ഒരു സൈഡിൽ ഞങ്ങളും ഇതേപോലെ ലഡാക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ കയറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനയാണോ ചൈന തരാൻ ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ വീഡിയോ റിലീസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ചൈനയ്ക്ക് നല്ല രീതിയിൽ പ്രഷർ പോകുന്നുണ്ട്. ചൈനയുടെ അടുത്ത് പാകിസ്ഥാൻ 20 J-10 ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങൾക്ക് തരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ചൈനയുടെ അടുത്ത് 20 J-10 ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വിഷയം? വേറെ ഒന്നുമില്ല. അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ ഒന്നും തന്നെ കേപ്പബിൾ അല്ല എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നിലപാട്. അതിന്റെ തെളിവാണ് റഫേൽ പാകിസ്ഥാന്റെ ബോർഡർ ബ്രീച്ച് ചെയ്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ എത്തിയപ്പോഴത്തേക്കും അവര് J-17 വെച്ച് റഡാർ സിഗ്നൽ കൊടുത്ത് നമ്മളുടെ റഫേലിനെ തുരത്തിയതായിട്ടാണ് വാർത്ത അവർ കൊടുത്തിരിക്കുന്നത്. ഒരു രാജ്യവും ബ്രീച്ച് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു വാർ സിറ്റുവേഷൻസ് ഇങ്ങനെ റൈസ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ആരും തന്നെ തിരിച്ച് അങ്ങനെ പറഞ്ഞു വിടത്തൊന്നുമില്ല. അങ്ങനെ അവർ റഫാലിനെ ഡിറ്റക്ട് ചെയ്തെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്തേ ഉള്ളൂ. അവരതിനെ അടിച്ച് വീഴ്ത്താനേ നോക്കുള്ളൂ. കാരണം അതാണ് അവർക്ക് പ്രയോറിറ്റി, അതാണ് അവരുടെ പ്രൗഡ്. അതിലുപരിയായിട്ട് ആരും തന്നെ മെസ്സേജ് കൊടുത്ത് നിങ്ങൾ തിരിച്ചു പോകുന്നൊന്നും ആരും പറയത്തില്ല. ഇതേപോലത്തെ ചില ഉടായ്പകളൊക്കെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ അവർക്ക് എയർ സുപ്പീരിയോറിറ്റി ഇല്ല. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എയർ സുപ്പീരിയോറിറ്റി പാകിസ്ഥാന് 0 ആണ് ഇന്ത്യയുടെ മുന്നിൽ. ഈ ഒരു ഫ്ലാഗ് കണ്ടല്ലോ, അതായത് ഒരു നേവൽ ഉദ്യോഗസ്ഥൻ, പാകിസ്ഥാന്റെ നേവൽ ഉദ്യോഗസ്ഥനാണ്. ഒരു കയ്യിൽ തുർക്കിയുടെ ഫ്ലാഗ്, മറ്റൊരു കയ്യിൽ പാകിസ്ഥാനി ഫ്ലാഗ്. ഈ ഒരു നേവൽ ഷിപ്പ് ശരിക്കും തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് വരികയാണ്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ ഒരു നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് കറാച്ചിയിലാണ്. അപ്പൊ അങ്കാറയിൽ നിന്നും കറാച്ചി വരെ യാത്ര ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ ഒരു ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു സാഹചര്യം, ഈ ഇന്ത്യക്കെതിരെ ഈ ഒരു ത്രെട്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ ഒരു ടെൻഷൻ റൈസ് ആയിരിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും തുർക്കി പലതരത്തിലും പാകിസ്ഥാനെ സഹായിക്കാനും അവർക്കൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നിരുപാധികം അവരോടൊപ്പം നിൽക്കാനും ശ്രമിക്കുന്നുണ്ട്. 100%. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് വളരെ എവിഡന്റ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട് പുറത്ത്. POK ഭാഗത്ത് മുഴുവനും പാകിസ്ഥാൻ പുതിയ ബങ്കറുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പുതിയ ബങ്കറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഇന്ത്യയെ എയിം ചെയ്തുകൊണ്ടാണ്. ഈ ബങ്കറുകൾക്കുള്ളിൽ അവർ ഒളിത്താവളമായിട്ട് ഇരുന്നുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറാനും അതേപോലെ ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ ശക്തമായിട്ട് നടത്താനുമാണ് ഈ പുതിയ ബങ്കറുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. POK ഭാഗത്ത് നിന്ന് പല തീവ്രവാദികളെയും അവർ ഓൾറെഡി തന്നെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ബാവൽപൂർ, മുൾട്ടാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളില് അരിയൊക്കെ ബൾക്കായിട്ട് POK ഭാഗത്ത് സപ്ലൈ നടക്കുന്നുണ്ട്. യുദ്ധ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ തരുന്ന നിർദ്ദേശങ്ങൾ, ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീട് വിട്ട് തന്നെ മാറിപ്പോകേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും നോട്ടീസുകളൊക്കെ അടിച്ച് POK ഭാഗത്തുള്ള ആൾക്കാർക്ക് പാകിസ്ഥാൻ വിതരണം ചെയ്യുന്നുണ്ട്. പഞ്ചാബ് ആർമി, പഞ്ചാബ് മേഖലയിൽ താമസിക്കുന്ന കുറെ
ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഈ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഇവർ ട്രെയിൻ ചെയ്യാണ്, അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, പാകിസ്ഥാന്റെ ആർമി ഭയങ്കര വീക്കാണ്. ബലൂച്ച് റൈഫിൾ എന്ന് പറഞ്ഞ ഒരു റൈഫിൾ തന്നെ ഇല്ലാതായി പോയിരിക്കുന്നു. ഖൈബർ പക്തൂൺവ മേഖലയിലുള്ള ആ ഒരു പട്ടാൻ റെജീം തന്നെ പകുതി ക്ഷയിച്ചു പോയിരിക്കുന്ന അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ സിന്ധിലും ഇപ്പൊ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് തുടങ്ങിയത് കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആർമി എന്ന് പറഞ്ഞാൽ പഞ്ചാബ് റെജീമായിട്ട് മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പഞ്ചാബ് റെജീം ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് കുറച്ച് ലോക്കൽ ആൾക്കാരെയും കൂടി കൂട്ടിച്ചേർത്താൽ എന്താണ് കുഴപ്പം, അവരും കൂടെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യട്ടെ. അപ്പൊ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിൽ കുറെ കോമൺ പീപ്പിൾ, അതായത് സാധാരണക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുകയാണ്. പാകിസ്ഥാനിൽ ഒരുവിധം ആൾക്കാരൊക്കെ പണ്ട് ഈ തീവ്രവാദത്തിൽ പെട്ടിരുന്നത് കൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കൂടി ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുകയാണ് പാകിസ്ഥാനുള്ളിൽ. ഇന്ത്യ അതിരൂക്ഷമായി എതിർക്കുകയാണ് പാകിസ്ഥാനിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF പൈസ കൊടുക്കുന്നത്. 1.4 ബില്യൺ പാസ്സായല്ലോ. ചൈനയുടെ കുരുട്ട് ബുദ്ധിയിലാണ് ഈ ഒരു 1.4 ബില്യൺ പാസ്സാക്കിയത്. ഈ ഒരു ബെയിൽ ഔട്ടിനെ തടയാൻ ഇന്ത്യയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി എങ്ങനെ ഇതിനെ തടയാം എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ IMF മോണിറ്ററി ഫണ്ട്, അതായത് IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ് IMFന്റെ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവിനെ പിൻവലിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ പിൻവലിച്ചത് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു 8-10 ദിവസങ്ങളിൽ IMF അപ്രൂവ് ചെയ്തിരിക്കുന്ന ഈ ഒരു 1.4 ബില്യൺ പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ അപ്രൂവൽ ആവും. ഫൈനൽ അപ്രൂവൽ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലുള്ള എല്ലാവരും തന്നെ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒപ്പുവെക്കണം, അപ്രൂവൽ കൊടുക്കണം. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ഈ വിത്തിൻ 1 വീക്കിൽ നടക്കാൻ പോവാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്സ് ഇതിനെ അപ്രൂവ് ചെയ്യണം. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെ പിൻവലിച്ചിരിക്കുന്നത്. പിൻവലിച്ചത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയ അപ്പോയിന്റിയെ വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്താണ് സംഭവിക്കുക? പുതിയ അപ്പോയിന്റിയെ ഈ വിത്തിൻ 1 വീക്കിൽ ഇന്ത്യ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇന്ത്യയുടെ ഡെസ്ക് അവിടെ എംപ്റ്റി ആയിരിക്കും. ഇന്ത്യ ഒപ്പുവെക്കാതെ പാകിസ്ഥാൻ ഈ ഒരു പൈസ കിട്ടത്തുമില്ല. കാരണം നമ്മളും IMFന്റെ ഒരു മെമ്പറാണ്. അപ്പൊ നമ്മളുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യണം. ഇത് മാത്രമാണ് ഒരു പോം വഴി ഈ 1.4 ബില്യനെ തടയാൻ എന്നുള്ളതിലുപരിയായിട്ട് പല മാർഗങ്ങളിലൂടെ ആ പൈസ പാകിസ്ഥാൻ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഇന്ത്യ ചെയ്യേണ്ടതായിട്ടുള്ള ധാർമ്മികതയ്ക്ക്, അതായത് ഇന്ത്യയിൽ നടത്തിയ ഒരു ക്രൂരകൃത്യം, ഒരു പെഹൽഗാമിൽ നടന്ന ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ 1.4 ബില്യൺ പാസ്സാക്കി കൊടുക്കുന്ന ഈ ഒരു പ്രവൃത്തി, ഇത് ശരിക്കും പറഞ്ഞാൽ അതിക്രമമാണ് IMFന്റെ. അപ്പൊ ആ ഒരു അതിക്രമം തടയാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു നടപടിയെ നമ്മൾ കാണേണ്ടത്. ഇനിയിപ്പോ ഇന്ത്യയുടെ കൺസെന്റ് ഇല്ലാണ്ട് നീ പൈസ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ, ഇനി തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇന്ത്യ ഒപ്പുവെച്ചിട്ട് ഈ ഒരു പൈസ പോയിന്ന് വരില്ലല്ലോ. ആ രീതിയിലാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. ആകാശ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ആ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അർമേനിയക്ക് 15 ബാറ്ററി ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 ബാറ്ററീസ് നമ്മൾ ഓൾറെഡി തന്നെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അർമേനിയക്ക്. ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ ഓൾറെഡി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നത്. ഈ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്ക് എടുത്ത് നമ്മൾ ഇപ്പം നേരെ നമ്മുടെ ഇന്ത്യൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. അർമേനിയക്ക് നമ്മൾ വിത്തിൻ 1 ഇയറിൽ സപ്ലൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും ടൈം ലൈൻ ഉണ്ട്. സോ മാനുഫാക്ചറിങ് തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പൊ ഇപ്പൊ തൽക്കാലം ഈ ഒരു ആകാശ് യൂണിറ്റ്സ് ഇന്ത്യ ഉപയോഗിക്കുകയാണ്. അതേപോലെ റഷ്യയുടെ ഇഗ്ല യെസ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു തോളത്ത് വെച്ച് അടിക്കുന്ന ആ ഒരു മിസൈൽ സിസ്റ്റം റഷ്യ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കുള്ളിൽ. അതേപോലെ ജബൽപൂരിൽ നമ്മളുടെ ഇമ്മ്യൂണിഷൻസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. അവിടെ 1000 LBSന്റെ ബോംബൊക്കെ അവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അവധിയൊക്കെ ക്യാൻസൽ ആക്കിയിട്ട് നിങ്ങൾ ഫുൾ ടൈം ഡ്യൂട്ടിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് വിതൗട്ട് ഓഫിൽ അവരെ പണിയെടുപ്പിക്കുകയാണ്. അവിടെ മാനുഫാക്ചറിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനെ കുറിച്ചുള്ള സൂചനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തയ്യാറെടുക്കുന്ന തയ്യാറെടുപ്പുകളാണോ എന്ന് വേണമെങ്കിലും കരുതാം. പാകിസ്ഥാൻ അടിക്കണമെങ്കിൽ 4 മിനിറ്റിൽ അടിക്കാവുന്നേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം 4 ദിവസം ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി അവർക്കുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ. 4 ദിവസം. പിന്നെ അവർക്ക് മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചൈന അകമഴിഞ്ഞ് സഹായിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ തുർക്കി അവരെ സഹായിക്കണം. ഈ 2 രാജ്യങ്ങളും അവർക്ക് ബാക്കപ്പ് കൊടുത്താൽ മാത്രമാണ് കുറച്ച് നാൾ കൂടെ അവർക്ക് നീണ്ടു നിൽക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ തുടരെ മാസങ്ങളോളം അവർക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധം ചെയ്യാൻ പറ്റും. കാരണം ചൈനയൊക്കെ ഫ്രഷ് സ്റ്റോക്കിന്റെ ആൾക്കാരാണ്. ചൈനയൊന്നും എവിടെയും യുദ്ധം ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻസ് ഒന്നും എവിടെയും കുറഞ്ഞു പോയിട്ടില്ല. അപ്പൊ അവരുടെ അടുത്തൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ലോഡ് കണക്കിൽ പാകിസ്ഥാന് സഹായം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ മാസങ്ങളോളം യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന് കഴിയും. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചൈന അവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അമേരിക്ക ഈ സൈഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങും എന്നുള്ള നിർദ്ദേശം കൂടി ഇന്ന് വന്നിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. ജമ്മു കാശ്മീരിൽ റംബൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളുടെ ഇന്ത്യയുടെ ഒരു ആർമി വെഹിക്കിൾ ഒരു 700 അടി താഴ്ചയിലേക്ക്
മറിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു അപകടമാണ് സംഭവിച്ചത്. ആ അപകടത്തിൽ ശരിക്കും 3 ഇന്ത്യൻ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ ഒരു അപകടത്തിൽ. അതും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് കംപ്ലീറ്റ് ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് ബദലായിട്ട് അവരും തന്നെ പല നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നഷ്ടം അവർക്ക് തന്നെയാണ്. അത് തിരിച്ചറിയാൻ അവർക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ഈഗോ അവരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരും കൂടി എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് അവർ പ്രഖ്യാപനം ഉടനെ തന്നെ നടത്തി അവർ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അതായത് പകരത്തിന് പകരം, ടിറ്റ് ഫോർ ടാറ്റ്, അതാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിന്റെ വരും വരായികളെ കുറിച്ച് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളാണെങ്കിലും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ട് എക്സ്പോർട്ടാണ് നമ്മൾ പറഞ്ഞത്. അവർ പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ട് എക്സ്പോർട്ട് മാത്രമല്ല, ഇന്ത്യ ഏതെങ്കിലും തേർഡ് പാർട്ടി വഴി സാധനങ്ങൾ സപ്ലൈ ചെയ്ത് പാകിസ്ഥാനിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിലും അതും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത്. ഹഫീസത്ത് ഇസ്ലാമി, ഈ ഒരു സംഘടന ബംഗ്ലാദേശിന്റെ ഉള്ളില് പ്രൊട്ടസ്റ്റ്, ഈ കാണുന്നില്ല ഇമേജ്, മൊത്തം ഈ കുത്തിയിരിപ്പ് സമരം മൊത്തത്തിൽ നടത്തിയ ആൾക്കാരെല്ലാം ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യം പാടില്ല, താലിബാൻ എന്താണോ നിർദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യം മാത്രമേ ബംഗ്ലാദേശിൽ പാടുള്ളൂ എന്നാണ് ഈ നേതാക്കൾ പറയുന്നത്. ഇതുപോലെ ചിന്തിക്കുന്ന പല പഴഞ്ചൻ നേതാക്കളും ഉണ്ട്, ഇല്ലാന്നില്ല. ഇതൊരു തരം ഭ്രാന്താണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്ന ചില പൊട്ടന്മാര് ആ രാജ്യത്തുണ്ട്. അവരെ പിന്തുടർന്ന കുറെ പൊട്ടന്മാരായിട്ടുള്ള ലക്ഷക്കണക്കിന് പൊട്ടന്മാർ വന്ന് റോട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അവരാണ് പറയുന്നത് സ്ത്രീകളെ വീട്ടിൽ അടച്ചിടണം എന്നാണ്. ഇപ്പൊ പുതിയ നിയമം കൊണ്ടുവരണം, ഇല്ലാന്നുണ്ടെങ്കിൽ യൂനസിനെ ഞങ്ങൾ തറയിൽ വലിച്ചിടും. ഷെയ്ഖ് ഹസീനയ്ക്ക് രക്ഷപ്പെടാൻ 1 മണിക്കൂറെങ്കിലും സമയം കിട്ടി, യൂനസിന് രക്ഷപ്പെടാൻ 5 മിനിറ്റ് പോലും കിട്ടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ്, ഈ ഒരു പ്രക്ഷോഭം പല സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മതഭീകരത. ഈ ഭീകരതയാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇവരാണ് ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന 7 സ്റ്റേറ്റുകളെ ഇപ്പൊ അങ്ങ് പിടിച്ചടക്കി കളയുമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനവുമായിട്ടും പ്രഖ്യാപനവുമായിട്ട് തീവ്രവാദ പ്രവർത്തനം ഇന്ത്യക്കുള്ളിൽ നടത്തിയ പാകിസ്ഥാനിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന നാണം കെട്ട ബംഗ്ലാദേശ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.